അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ. അല്ലാഹുവേ സയ്യിന്നാ, നീ ഞങ്ങളെ അലങ്കരിക്കണമേ, ബിസീനത്തിൽ ഈമാൻ, ഈമാനാകുന്ന അലങ്കാരം കൊണ്ട്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും എന്ന് സൂറത്തുൽ ഹുജുറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? ഈമാൻ അവരുടെ ജീവിതത്തിലെ അലങ്കാരമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അലങ്കാരം ഈമാനായിരിക്കണം. ഈ ഈമാനിൻ്റെ അലങ്കാരമാണ് ഈ പറഞ്ഞതിലേക്കൊക്കെ നമ്മളെ സഹായിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈമാനിൻ്റെ സീനത്തിനെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാറേയില്ല. ഈമാനിനൊരു മധുരവും അതിനൊരു ഭംഗിയുമുണ്ട്. നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റിൽ വരെ ഉപയോഗിക്കുന്ന ടൈല് എത്ര നേരം നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ടോയ്ലറ്റാണ്, എന്നാലും ആ ടൈല് ഭംഗിയായിരിക്കണം, അതിൻ്റെ ഡിസൈനിങ് ഭംഗിയായിരിക്കണം, അതിലുപയോഗിക്കുന്ന ഓരോ സാധനവും നല്ല ക്വാളിറ്റിയും കാണാൻ ഭംഗിയുള്ളതായിരിക്കണം. ബെഡ്റൂം എത്ര ഭംഗിയായിട്ട് നന്നാക്കുന്നു. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ഷൂ എല്ലാം ഭംഗിയായിരിക്കണം. ഈ ഒരു കണിശതയോ ഇതിൻ്റെ ഒരു 10% എൻ്റെ ഈമാൻ ഭംഗിയുള്ളതാണോ? അതല്ല ആകപ്പാടെ ഹറാമുകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും മറ്റെല്ലാം കൊണ്ടും ഫസാദായ ഒരു ഈമാനാണോ എനിക്കുള്ളത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ അലങ്കരിക്കേണ്ടത് നമ്മുടെ ഈമാനിനെയാണ്, നമ്മുടെ ഇഖ്ലാസിനെയാണ്, നമ്മുടെ ഇസ്ലാമിനെയാണ്. അതാണ് ഏറ്റവും വലിയ അലങ്കാരം. അതാണ് ചോദിക്കുന്നത്, അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ. അല്ലാഹുവേ, ഈമാനിൻ്റെ സീനത്ത് കൊണ്ട് നീ ഞങ്ങളെ അലങ്കരിക്കണമേ. വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. വജഅൽനാ, നീ ഞങ്ങളെ ആക്കണമേ, ഹുദാതൻ മുഹ്തദീൻ. ഹുദാത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹാദിയാവുക, മാർഗദർശകനാവുക. അതോടൊപ്പം മുഹ്തദീൻ, ഹിദായത്ത് ലഭിച്ചനുമാകുക. സ്വയം സന്മാർഗത്തിലാവാനും മറ്റുള്ളവരെ കൂടി സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മാതൃകകളാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണേ. നമ്മുടെ ദുആകളിൽ ഇത് രണ്ടും ഉണ്ടാവണം. ഒന്ന്, സ്വയം നമുക്ക് ഹിദായത്ത് കിട്ടണം. നമ്മൾ കാരണത്താൽ മറ്റുള്ള ആളുകൾ കൂടി നന്മയിലേക്ക് വരണം.